അപ്പോൾ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മൂടി ഇങ്ങനെ ഹോളുള്ള ഈ ഒരു ബക്കറ്റ് അധിക പേർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇത് വേസ്റ്റ്, നമ്മളെ അടുക്കള മാലിന്യം നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഓടി തരുന്നതാണ്. ഇത് പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇത് ചിലപ്പോൾ വീട്ടിൽ പൊടിയോ അല്ലെങ്കിൽ പൊടി ഇട്ടേക്കാനോ അല്ലെങ്കിൽ വെള്ളം എടുത്തേക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് 50 ലിറ്ററിൻ്റെതാണ്. അതിൽ ലിറ്ററൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വേസ്റ്റ് ഇടാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുക, നമ്മളെ വേസ്റ്റ് ദുർഗന്ധമൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഡ്രൈ കമ്പോസ്റ്റ് ആക്കിയിട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളെ അടുക്കളയിലുള്ള ഈ വേസ്റ്റ് നമ്മൾ ഈ ഓരോ ദിവസം ഉള്ളതും ഒന്നിപ്പോൾ പറ്റ കുറവായിന് വേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ച ദിവസം പറ്റ കുറവായിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തും ഇങ്ങനെ ഇട്ട് വെച്ച് കുറേ ദിവസമായിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇട്ട് വെക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൽ ഒരു ബ്ലാക്ക് ഫ്ലൈസ് പറഞ്ഞ ഒരു ഫ്ലൈസ് ഉണ്ടല്ലോ, ഈ മരത്തിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നില്ല, 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോളുള്ള മരം വെക്കുന്നത് എന്തിനാണ് വിചാരിച്ചാൽ ഓർക്ക് എഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു മുട്ടയിടും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഓർക്ക് എഗ് ചെയ്യാനുള്ള ഇത് നമ്മൾ ഒരുക്കി കൊടുക്കാനാണ്. ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഹോളോ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും വടി വെച്ചാൽ ഓർക്ക് പെട്ടെന്ന് എഗ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഇത് വെച്ച് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ചെറിയ കമ്പെടുത്തിട്ട് റബ്ബർ ബാൻഡ് കുടുക്കി വെച്ചാലും മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് മുട്ടയിടാം. അങ്ങനെ ഒരു മുട്ട ഇട്ടിട്ട് ആ മുട്ട വിരിഞ്ഞ് ചെറിയ കുഞ്ഞു പുഴുക്കളാകും. ആ പുഴുക്കൾ വലുതായിട്ട് ലാർവകളായിട്ട് ഒരു പറന്ന് പോകുന്നതാണ്. ആ ബ്ലാക്ക് ആയിട്ടുള്ള ആ ഫ്ലൈസ് ഒരു പറന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മൾക്ക് അതിപ്പോൾ ഞാനിപ്പോൾ ഇനി ഇത് കാണിക്കുന്നത് ഈ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഈ കമ്പോസ്റ്റ് എങ്ങനെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ചകിരിച്ചോറിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് സാധാരണ എല്ലാവരും ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കുന്നത്. പക്ഷേ ഞാൻ ചകിരിച്ചോറില്ലാണ്ട് നമുക്ക് കഴിയുമെന്നുള്ളതൊരു പരീക്ഷണമാണ് കേട്ടോ. പക്ഷേ എനിക്ക് പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ നമ്മളെ ഈർച്ചപ്പൊടി ഉണ്ടല്ലോ, മരപ്പൊടി, ആ മരപ്പൊടി എടുത്തിട്ട് ഒരു വട്ടമുള്ള ഒരു പോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ വേസ്റ്റ് മാത്രം ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേസ്റ്റ് ഇടുമ്പം തന്നെ ഇത് ചേർത്താൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഞാനിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ തീരെ ഇതിട്ടിട്ടില്ല, അതായത് ഈർച്ചപ്പൊടി ഇടാണ്ട്. ഈർച്ചപ്പൊടി ചകിരിച്ചോറുള്ളവർക്ക് അത് ഇടാം കേട്ടോ. അപ്പം ഞാനതില്ലാത്തതിനോണ്ട് ഇങ്ങനെ പലരും ഇങ്ങനെ കമൻറ്റ് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ചകിരിച്ചോറല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ, വെണ്ണീര് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അന്നിടുന്ന വേസ്റ്റും ആ വേസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടി, ചകിരിച്ചോറിന് പകരം ഈ പൊടി അങ്ങനെ ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തീരെ ഇങ്ങനെ അഴുകിയ പോലെ നമുക്ക് കാണാൻ പറ്റില്ല, കാണേണ്ട ആവശ്യമില്ല. നമുക്കിത് അറപ്പും വെറുപ്പൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇത് 2 കാര്യമുണ്ട് ഇതിൽ കൂടെ. ഒന്ന് നമുക്ക് ലാർവന ഉണ്ടാക്കാം. ലാർവ വെച്ചാൽ പുഴുക്കൾ നിങ്ങൾ കണ്ടല്ലോ, വലുതായിട്ടുള്ള പുഴുക്കളാണ് അത്. ലാർവ എന്ന് പറയുന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ലാർവന ഉണ്ടാക്കുന്നത് എന്തിനാണ് വിചാരിച്ചാൽ നമുക്ക് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാർവയാവും. പിന്നെ നമ്മളെ ഈ വേസ്റ്റ് ഒക്കെ ഈ പുഴുക്കൾ കഴിച്ച് അതിൻ്റെ ഓരോ കാഷ്ടവും ഇതൊക്കെ അടങ്ങി ഇതൊരു എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റും ആക്കിയിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പുഴുക്കൾ വേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പുഴുക്കളെ എടുക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് ഡെയിലി ഇങ്ങനെ വേസ്റ്റ് ഇട്ട് വെക്കുക, അതിൻ്റെ മുകളിൽ കുറച്ച് ഈർച്ചപ്പൊടി വിതറുക, പിന്നെ പിറ്റേന്നുള്ള വേസ്റ്റ് ഇടുക, അതിന് മുകളിൽ പച്ചക്കറി വേസ്റ്റ് വിതറുക, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് പെരുമാറുമ്പോൾ നമുക്കിത് ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയിലൊക്കെ എത്തുമ്പോൾ ഇത് പെരുമാറുമ്പോൾ ഒരു അറപ്പും വെറുപ്പൊക്കെ തോന്നുന്നവർക്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ആയി കാണുമ്പോൾ നമുക്കിത് അറപ്പോ വെറുപ്പോ ഒന്നും തോന്നില്ല. പിന്നെ ആണെങ്കിൽ സ്മെല്ല് തീരെ ഉണ്ടാവില്ല കേട്ടോ. ഇടുന്ന വേസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഈർച്ചപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരെ സ്മെല്ലുണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് ചെയ്ത പോലെ ചെയ്താൽ കുറച്ച് സ്മെല്ലുണ്ടാവും, എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റിയ സ്മെല്ലാണ് കേട്ടോ. അതിലേറെ സ്മെല്ലൊന്നുമില്ല. എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ഇതിൽ
മീനിൻ്റെ വേസ്റ്റ് ഇടുന്നില്ല, ഇറച്ചിൻ്റെ വേസ്റ്റ് അങ്ങനെയൊന്നും ഇടുന്നില്ല. നമ്മൾ കിച്ചണിലുണ്ടാകുന്ന ഈ വെജിറ്റബിളിൻ്റെ ഒക്കെ വേസ്റ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അത് അന്ന് ഡ്രൈ ആക്കി അന്ന് തന്നെ കുറച്ച് കോഴിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഒരു തിന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കാണ് കേട്ടോ. അതിന് ഇതങ്ങനെ ഞാൻ ചെയ്ത മാതിരിയാണ് നിങ്ങൾ ചെയ്യുന്നത് വിചാരിച്ചാൽ അതായത് അന്നന്ന് ഇട്ടേക്കണ വേസ്റ്റ് അങ്ങനെ അടിഞ്ഞുകൂടി പിന്നെ ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോഴാണ് നിങ്ങളിത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഈർച്ചപ്പൊടി ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് ഒരു ആഴ്ച വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ. നമ്മളെ ഈ വേസ്റ്റുകളൊക്കെ പൊടിഞ്ഞും കിട്ടും. നമുക്ക് നല്ല വൃത്തിയുള്ള തീരെ ഇങ്ങനെ കഷ്ണമൊന്നും ഇല്ലാണ്ട് നല്ല പൊടിയായിട്ടുള്ള നമ്മൾ വാങ്ങുന്ന പോലത്തെ കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് അന്ന് തന്നെ അവർക്ക് പിന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതിനോണ്ട് ഇത് പൊടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ പൊടിഞ്ഞതായി കാണാത്തത്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഇട്ടിട്ടും ഒരാഴ്ച വെച്ച് അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കിട്ടുക നല്ല ഡ്രൈ ആയി നല്ല പൊടിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് തീരെ സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കോഴികൾക്കുള്ളവർക്കിത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് കൊണ്ട് നമ്മൾ കോഴിക്കുള്ള ഫുഡും ഉണ്ടാക്കുക, നമ്മൾ കമ്പോസ്റ്റും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ ഒരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈർച്ചപ്പൊടി ഇട്ടതിൻ്റെ ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് കേട്ടോ അത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് കൂടുതൽ അന്നുള്ള മാതിരിയല്ല, അന്നുള്ളതിലും അധികമായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലതാ, മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. കുറച്ചും കൂടി പൊടിയാനുണ്ട് കേട്ടോ. ഈ പൊടിച്ചിട്ട് സംഭവിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു 2 ആഴ്ച പിടിച്ചാൽ ചിലപ്പോൾ ഇത് മൊത്തമായിട്ട് പൊടിഞ്ഞൊക്കെ കിട്ടും. ഇതിപ്പം പൊടിയാത്തതുള്ളത് നമ്മളെ ഈ വാഴക്കൊലൻ്റെയൊക്കെ പഴം എടുത്തതിൻ്റെ ശേഷമുള്ള ഒരു ഇതുണ്ടല്ലോ, അതും പിന്നെ മുട്ടത്തോലുമാണ് കേട്ടോ അധികമായിട്ട് പൊടിയാണ്ട് കിടക്കുന്നതല്ലേ. അതും കൂടി പൊടിയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒരു 2 ആഴ്ച പിന്നെ ഇത് പൊടി ഇട്ടതിൻ്റെ ശേഷം നമ്മൾ അനക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ. ഞാനിതൊന്ന് നോക്കാൻ വിചാരിച്ചപ്പോഴത്തേന് ഇതാ കോഴികളൊക്കെ വന്ന് ഇതിൽ കയറി ഇതിലുള്ള പുഴുക്കളൊക്കെ കഴിക്കുക കേട്ടോ ലാർവനെ. പിന്നെ ലാർവനെ ഫുള്ളായിട്ട് കഴിക്കാൻ സമ്മതിക്കരുത്. പിന്നെ നമുക്ക് വേസ്റ്റ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലാർവൻ്റെ ആവശ്യം നമുക്കുണ്ട് കേട്ടോ.